ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് ബംഗളൂരുവാണ്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലടക്കം അപ്പാർട്ട്മെൻറ്റിലടക്കം പരിശോധന നടക്കുന്നു, നിർണായക രേഖകൾ പിടിച്ചെടുക്കുന്നു. ഈ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. SIT ഇപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അരുൺ പൂപ്പറമ്പ്? റീജിത്ത്, ഇതിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണ് എന്നതാണ് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരം. അതുകൊണ്ട് പരമാവധി തെളിവ് ശേഖരണം ബംഗളൂരുവിൽ നടത്തുക എന്നതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ ഇന്നലെ 13 മണിക്കൂർ നീണ്ട പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ സ്വർണം മാത്രമല്ല, ഈ ഭൂമി ഇടപാടുകളുടെ രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ ഭാര്യയുടെ പേരിലും മറ്റു ബിനാമി പേരിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഭൂമി ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ രേഖകളിലൂടെ അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. അതായത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതാണ് SITയുടെ വൃത്തങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന സംബന്ധിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഇതിനകം കടന്നിട്ടുണ്ട്. ഒരു സംഘം SITയുടെ ഒരു സംഘം നിലവിൽ ബംഗളൂരുവിലാണുള്ളത്. അതോടൊപ്പം ഒരു സംഘം ചെന്നൈയിലും ഇന്നലെ സമാനമായി തന്നെ ഉള്ള തെളിവ് ശേഖരണത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ എല്ലാ നീക്കങ്ങളും ഇത് സംബന്ധിച്ച് നടന്നു വരുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ പുറത്തു വന്നിട്ടുള്ള ഈ സ്പോൺസർമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബംഗളൂരുവിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളുണ്ട്. ഈ സ്വർണ്ണപ്പാളി കൈമാറിയത് ബംഗളൂരിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ഈ അന്വേഷണ പരിധിയിലേക്ക്, ഈ തെളിവ് ശേഖരണത്തിന്റെ പരിധിയിലേക്ക് വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, ശരി, അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.